JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കണം. ഇത് റിക്വസ്റ്റ് ആണ്. അപ്പോൾ LD ടൈപ്പിസ്റ്റ് ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ക്ലാസ് പോലും മിസ്സാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ക്ലാസ് അപ്ലോഡ് ഇടുമ്പോൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റ് കൺസെപ്റ്റിനെ സംബന്ധിച്ചുള്ള ക്ലാസ് ആണ്. അതിൻ്റെ അകത്ത് പാർട്ട് 1 നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പാർട്ട് 2 ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A cryptography method that uses a secret key to encrypt a message is dash. A cryptography method that uses a secret key to encrypt a message is a dash. അതായത് ഒരു സന്ദേശം എൻക്രിപ്റ്റ് ചെയ്യുന്നതിന് ഒരു രഹസ്യ കീ ഉപയോഗിക്കുന്ന ഒരു ക്രിപ്റ്റോഗ്രഫി രീതി അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോഗ്രഫി മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മെയിൽ ഓതന്റിക്കേഷൻ കോഡ്, ഓപ്ഷൻ ബി മൾട്ടി ഓതന്റിക്കേഷൻ കോഡ്, ഓപ്ഷൻ സി മാസ്റ്റർ ഓതന്റിക്കേഷൻ കോഡ്, ഓപ്ഷൻ ഡി മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ, മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്. എ ക്രിപ്റ്റോഗ്രാഫി മെത്തേഡ് ദാറ്റ് യൂസസ് എ സീക്രട്ട് കീ ടു എൻക്രിപ്റ്റ് മെസ്സേജ് ഈസ് മെസ്സേജ് ഓതന്റിക്കേഷൻ കോഡ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following transfers non-ASCII data from? അതായത് ഇനി പറയുന്നവയിൽ നിന്ന്, അതായത് പറയുന്ന ഓപ്ഷനിൽ നിന്ന് ASCII ഇതര ഡേറ്റ കൈമാറുന്നു. അത് ഏതാണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറസ് ആണോ, ഓപ്ഷൻ ബി MAC ആണോ, ഓപ്ഷൻ സി MIME ആണോ, ഓപ്ഷൻ ഡി ഫയർവാൾ ആണോ? Which of the following transfers non-ASCII data from? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ആൻസർ, MIME. എന്താണെന്ന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് MIME refers to. In communication systems MIME refers to. അതായത് ഈ ആശയവിനിമയ സംവിധാനങ്ങളിൽ MIME സൂചിപ്പിക്കുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മൾട്ടി പർപ്പസ് ഇൻട്രാനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്, ഓപ്ഷൻ ബി മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്, ഓപ്ഷൻ സി മെയിൽ ഇന്റർനെറ്റ് മൾട്ടി പർപ്പസ് എക്സ്റ്റൻഷൻസ്, ഓപ്ഷൻ ഡി മെസ്സേജ് ഇന്റർനെറ്റ് മൾട്ടി പർപ്പസ് എക്സ്റ്റൻഷൻസ്. ഇൻ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് MIME refers to. ഏതാണ്? മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഇത് മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷനെ സൂചിപ്പിക്കുന്നു. അതായത് ഈ മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ് പറഞ്ഞാൽ ഇന്റർനെറ്റിലെ ഒരു മീഡിയ അല്ലെങ്കിൽ ഉള്ളടക്ക തരത്തെ ഇത് സൂചിപ്പിക്കുന്നു. ഇന്റർനെറ്റിലെ ഒരു മീഡിയ അല്ലെങ്കിൽ ഉള്ളടക്ക തരത്തെ ഇത് സൂചിപ്പിക്കുന്നു. അതാണ് MIME, അതായത് മൾട്ടി പർപ്പസ് ഇന്റർനെറ്റ് മെയിൽ എക്സ്റ്റൻഷൻസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which act as intermediate server between SMTP and HTTP? Which act as intermediate server between SMTP and HTTP? അതായത് SMTP-നും HTTP-നും ഇടയിൽ ഇന്റർമീഡിയറ്റ് സെർവറായി പ്രവർത്തിക്കുന്നു. ഏത്? ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി ഫയർവാൾ, ഓപ്ഷൻ ഡി ഗേറ്റ്വേ. വിച്ച് ആക്ട് ആസ് ഇന്റർമീഡിയറ്റ് സെർവർ ബിറ്റ്വീൻ SMTP ആൻഡ് HTTP? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫയർവാൾ. ഓപ്ഷൻ സി ആണ് ആൻസർ, ഫയർവാൾ. ഫയർവാൾ ആണ് SMTP-നും HTTP-നും ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് സെർവർ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. Which provides restrictions on incoming and outgoing network packets to and from private networks?
which provides restrictions on incoming and outgoing network packets to and from private network. അതായത് സ്വകാര്യ നെറ്റ്വർക്കുകളിലേക്കും പുറത്തേക്കും ഇൻകമിങ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് പാക്കറ്റുകൾക്ക് ഇത് നിയന്ത്രണങ്ങൾ നൽകുന്നു. ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്വിച്ച്, ഓപ്ഷൻ ബി റൂട്ടർ, ഓപ്ഷൻ സി ഫയർവാൾ, ഓപ്ഷൻ ഡി ഗേറ്റ് വേ. ഏതാണ്? വിച്ച് പ്രൊവൈഡ്സ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇൻകമിങ് ആൻഡ് ഔട്ട്ഗോയിങ് നെറ്റ്വർക്ക് പാക്കറ്റ്സ് ടു ആൻഡ് ഫ്രം പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഫയർവാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ഫയർവാൾ കൺട്രോൾസ് ആക്സസ് ബിറ്റ്വീൻ ഡാഷ്. ഫയർവാൾ കൺട്രോൾസ് ആക്സസ് ബിറ്റ്വീൻ ഡാഷ്. അതായത് ഫയർവാൾ തമ്മിലുള്ള ആക്സസ് നിയന്ത്രിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ എ സെർവർ, ഓപ്ഷൻ ബി ക്ലയൻസ്, ഓപ്ഷൻ സി നെറ്റ്വർക്ക്, ഓപ്ഷൻ ഡി ഓർഗനൈസേഷൻസ്. ഏതാണ് നിയന്ത്രിക്കുന്നത്? ഫയർവാൾ കൺട്രോൾസ് ആക്സസ് ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ, നെറ്റ്വർക്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ, NVT മീൻസ് എന്താണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ നെറ്റ്വർക്ക് വെർച്വൽ ത്രെഡ്സ്, ഓപ്ഷൻ ബി നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ, ഓപ്ഷൻ സി നെറ്റ്വർക്ക് വൈറസ് ട്രാൻസ്മിഷൻ, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് വെർച്വൽ ട്രാൻസ്മിഷൻ. ഏതാണ് NVT മീൻസ്? നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ. ഓപ്ഷൻ ബി ആണ് ആൻസർ, നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ. അതായത് ഈ NVT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരേ ഡേറ്റ ശൃംഖലയിൽ വ്യത്യസ്ത ഡേറ്റാ നിരക്കുകള്, പ്രോട്ടോകോളുകള്, കോഡുകള്, ഫോർമാറ്റുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ തരം ഡേറ്റ ടെർമിനൽ ഉപകരണങ്ങൾ വിവരിക്കുന്ന ഒരു ആശയമാണ് NVT എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരേ ഡേറ്റാ ശൃംഖലയിലുള്ള വ്യത്യസ്ത നിരക്കുകളുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോകോളുകളുണ്ട്, കോഡുകളുണ്ട്, ഫോർമാറ്റുകളുണ്ട് എന്നിവ ഉൾക്കൊള്ളുന്ന വിവിധ തരം ഡാറ്റ ടെർമിനൽ ഉപകരണങ്ങൾ വിവരിക്കുന്ന ഒരു ആശയമാണ് NVT എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് വെർച്വൽ ടെർമിനൽ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which one of the following is a social network services? Which one of the following is a social network service? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഒരു സോഷ്യൽ നെറ്റ്വർക്ക് സേവനം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ വേഡ്, ഓപ്ഷൻ ബി ഗൂഗിള്, ഓപ്ഷൻ സി ഔട്ട്ലുക്ക്, ഓപ്ഷൻ ഡി വേർഡ് പ്രസ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗൂഗിള്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗൂഗിള്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് എ സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഗൂഗിള്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെക്ക് പോയിന്റ്സ് ബിറ്റ്വീൻ എ ഇന്റേണൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആൻഡ് ദ പബ്ലിക് ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. The checkpoints between an internal private network and the public internet is known as dash. അതായത് ഒരു ഇന്റേണൽ പ്രൈവറ്റ്, അതായത് ആന്തരിക സ്വകാര്യ നെറ്റ്വർക്കും പൊതു ഇന്റർനെറ്റും, അതായത് പബ്ലിക് ഇന്റർനെറ്റും തമ്മിലുള്ള ചെക്ക് പോയിന്റുകൾ ഡാഷ് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോഡ് പോയിന്റ്, ഓപ്ഷൻ ബി ചോക്ക് പോയിന്റ്, ഓപ്ഷൻ സി ചെക്ക് പോയിന്റ്, ഓപ്ഷൻ ഡി സെന്റർ പോയിന്റ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ചോക്ക് പോയിന്റ്. ദ ചെക്ക് പോയിന്റ്സ് ബിറ്റ്വീൻ ആൻ ഇന്റേണൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആൻഡ് ദ പബ്ലിക് ഇന്റർനെറ്റ് ഈസ് നോൺ ആസ് ചോക്ക് പോയിന്റ്. എന്താണ് ചോക്ക് പോയിന്റ്? അടുത്ത ക്വസ്റ്റ്യൻ, ഫയർവാൾ ചോക്ക് പോയിന്റ്സ് ആർ ബേസ്ഡ് ഓൺ IP source and dash. Firewall choke points are based on IP source and dash. അതായത് ഫയർവാൾ ചോക്ക് പോയിന്റുകൾ IP ഉറവിടത്തെയും ഡാഷിനെയും പറയുന്നു. അതാണ് ചോദ്യം. ഫയർവാൾ ചോക്ക് പോയിന്റ്സ് ആർ ബേസ്ഡ് ഓൺ IP source and dash. ഓപ്ഷൻ എ ട്യൂണൽ, ഓപ്ഷൻ ബി TCP പോർട്ട് നമ്പർ, ഓപ്ഷൻ സി ടെലിഫോൺ നമ്പർ, ഓപ്ഷൻ ഡി ഇന്റേണൽ നെറ്റ്വർക്ക് സിസ്റ്റം. ഏതാണ്? ഫയർവാൾ ചോക്ക് പോയിന്റ്സ് ആർ ബേസ്ഡ് ഓൺ IP source and TCP പോർട്ട് നമ്പർ.
അടുത്ത ക്വസ്റ്റ്യൻ, which one is a first generation of firewall? Which one is a first generation of firewall? അതായത് ഫയർവാളിന്റെ ആദ്യ തലമുറ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ചോക്ക് ഫിൽറ്റർ, ഓപ്ഷൻ എ ചോക്ക് ഫിൽറ്റർ, ഓപ്ഷൻ ബി റൂട്ടർ ഫിൽറ്റർ, ഓപ്ഷൻ സി പാക്കറ്റ് ഫിൽറ്റർ, ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ഫിൽറ്റർ. വിച്ച് വൺ ഈസ് എ ഫസ്റ്റ് ജനറേഷൻ ഓഫ് ഫയർവാൾ? പാക്കറ്റ് ഫിൽറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ, പാക്കറ്റ് ഫിൽറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഷൻ ഫോർ NAT. എക്സ്പാൻഷൻ ഫോർ NAT. എ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ. ഓപ്ഷൻ എ നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫർ, ഓപ്ഷൻ ബി നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, ഓപ്ഷൻ സി നെറ്റ്വർക്ക് ആക്സസ് ട്രാൻസ്ഫോർമേഷൻ, ഓപ്ഷൻ ഡി നെറ്റ്വർക്ക് അഡ്മിഷൻ ട്രാൻസ്ലേഷൻ. ഏതാണ് എക്സ്പാൻഷൻ ഫോർ NAT? നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഈ NAT എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് പ്രാദേശിക ഹോസ്റ്റുകളിലേക്ക് ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായിട്ട് ഒന്നോ അതിലധികമോ പ്രാദേശിക IP വിലാസം, ഒന്നോ അതിലധികമോ ആഗോള IP വിലാസത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ NAT എന്ന് പറയുന്നത്. അതായത് നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞുതരാം. പ്രാദേശിക ഹോസ്റ്റുകളിലേക്ക് ഇന്റർനെറ്റ് ആക്സസ് നൽകുന്നതിനായിട്ട് ഒന്നോ അതിലധികമോ പ്രാദേശിക IP വിലാസം, ഒന്നോ അതിലധികമോ ആഗോള IP വിലാസത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് NAT അഥവാ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വിച്ച് ഈസ് എ തേർഡ് ജനറേഷൻ ഫയർവാൾ? വിച്ച് ഈസ് എ തേർഡ് ജനറേഷൻ ഫയർവാൾ? അതായത് ഇത് മൂന്നാം തലമുറ ഫയർവാൾ ആണ്. ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ റൂട്ടർ ഫിൽറ്റർ, ഓപ്ഷൻ ബി ചോക്ക് ഫിൽറ്റർ, ഓപ്ഷൻ സി പാക്കറ്റ് ഫിൽറ്റർ, ഓപ്ഷൻ ഡി ആപ്ലിക്കേഷൻ ഫിൽറ്റർ. വിച്ച് ഈസ് എ തേർഡ് ജനറേഷൻ ഫയർവാൾ? ആപ്ലിക്കേഷൻ ഫിൽറ്റർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ആപ്ലിക്കേഷൻ ഫിൽറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, what is the name of the program that can replicate their structures? What is the name of the program that can replicate their structures? അതായത് അവയുടെ ഘടനകൾ ആവർത്തിക്കാൻ കഴിയുന്ന പ്രോഗ്രാമിന്റെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വോംസ്, ഓപ്ഷൻ ബി വൈറസസ്, ഓപ്ഷൻ സി സ്പൈവെയർ, ഓപ്ഷൻ ഡി ട്രോജൻ ഹോൾസ്. ഏതാണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം ദാറ്റ് ക്യാൻ റിപ്ലിക്കേറ്റ് ദെയർ സ്ട്രക്ചേഴ്സ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, വൈറസസ്. അടുത്ത ക്വസ്റ്റ്യൻ, name the program that can replicate themselves throughout the computer network. Name the program that can replicate themselves throughout the computer network. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ സ്വയം പകർത്താൻ കഴിയുന്ന പ്രോഗ്രാമിന് പേര് നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വോംസ്, ഓപ്ഷൻ ബി വൈറസസ്, ഓപ്ഷൻ സി സ്പൈവെയർ, ഓപ്ഷൻ ഡി ട്രോജൻ ഹോൾസ്. ഏതാണ്? നെയിം ദ പ്രോഗ്രാം ദാറ്റ് ക്യാൻ റിപ്ലിക്കേറ്റ് ദംസെൽവ്സ് ത്രൂ ഔട്ട് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഓപ്ഷൻ എ ആണ് ആൻസർ, വോംസ്. ഓപ്ഷൻ എ ആണ് ആൻസർ, വോംസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് സോംബി കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ടേക്കൺ ഓവർ ബൈ എ റോബോട്ട്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് സോംബി കമ്പ്യൂട്ടേഴ്സ് that have been taken over by a robot? അതായത് ഒരു റോബോട്ട് ഏറ്റെടുത്ത സോംബി കമ്പ്യൂട്ടറുകളുടെ ശൃംഖലയുടെ പേരെന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബോട്ട്നെറ്റ്, ഓപ്ഷൻ ബി വോംസ്, ഓപ്ഷൻ സി വൈറസസ്, ഓപ്ഷൻ ഡി സ്പൈവെയർ. ഏതാണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ നെറ്റ്വർക്ക് ഓഫ് സോംബി കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ടേക്കൺ ഓവർ ബൈ എ റോബോട്ട്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബോട്ട്നെറ്റ്.
ഓപ്ഷൻ എ ആണ് ആൻസർ, ബോട്ട്നെറ്റ്. അതായത് ഈ ബോട്ട്നെറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ക്ഷുദ്ര വയർ ബാധിച്ച ഇന്റർനെറ്റ് കണക്ട് ചെയ്ത ഉപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ഈ ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. അത് ഹാക്കർമാരെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. ഈ ബോട്ട്നെറ്റ് ഹാക്കർമാരെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. ഇത്രയുമാണ് നമുക്ക് ബോട്ട്നെറ്റിനെ കുറിച്ച് മനസ്സിലാക്കണം. ബോട്ട്നെറ്റ് ഞാൻ ഒരിക്കൽ പോലും പറഞ്ഞുതരാം. അതായത് ക്ഷുദ്ര വയർ ബാധിച്ച ഇന്റർനെറ്റ് കണക്ട് ചെയ്ത ഉപകരണങ്ങളുടെ ഒരു ശേഖരമാണ് ഈ ബോട്ട്നെറ്റ് എന്ന് പറയുന്നത്. അത് ഹാക്കർമാരെ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Name the program that surreptitiously monitor activity on a computer system without the user's consent. Name the program that surreptitiously monitor activity on a computer system without the user's consent. അതായത് ഈ ഉപയോക്താവിന്റെ സമ്മതമില്ലാതെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലെ പ്രവർത്തനം രഹസ്യമായി നിരീക്ഷിക്കുന്ന പ്രോഗ്രാമിന് പേര് നൽകുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബോട്ട്നെറ്റ്, ഓപ്ഷൻ ബി വോംസ്, ഓപ്ഷൻ സി വൈറസസ്, ഓപ്ഷൻ ഡി സ്പൈവെയർ. ഏതാണ്? നെയിം ദ പ്രോഗ്രാം that surreptitiously monitor activity on a computer system without the user's consent. ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ, ബോട്ട്നെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. Which program can protect a programmable device from malware by detecting and eliminating viruses? Which program can protect a programmable device from malware by detecting and eliminating viruses? അതായത് നമ്മുടെ ഈ വൈറസുകൾ കണ്ടെത്തി ഇല്ലാതാക്കുന്നതിലൂടെ മാൽവെയറിൽ നിന്ന് പ്രോഗ്രാം ചെയ്യാവുന്ന ഉപകരണത്തെ പരിരക്ഷിക്കാൻ ഏത് പ്രോഗ്രാമിന് കഴിയും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബോട്ട്നെറ്റ്, ഓപ്ഷൻ ബി ആന്റി വൈറസ്, ഓപ്ഷൻ സി സ്പൈവെയർ, ഓപ്ഷൻ ഡി ട്രോജൻ ഹോഴ്സ്. ഏതാണ്? വിച്ച് പ്രോഗ്രാം ക്യാൻ പ്രൊട്ടക്ട് എ പ്രോഗ്രാമബിൾ ഡിവൈസ് ഫ്രം മാൽവെയർ ബൈ ഡിറ്റക്ടിങ് ആൻഡ് എലിമിനേറ്റിംഗ് വൈറസസ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ആന്റി വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is a security site? Which of the following is a security suite? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് സെക്യൂരിറ്റി സ്യൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി മെക്കാഫി, ഓപ്ഷൻ സി മാൽവെയർ, ഓപ്ഷൻ ഡി സ്പൈവെയർ. ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെക്യൂരിറ്റി സ്യൂട്ട്? ഓപ്ഷൻ ബി ആണ് ആൻസർ, മെക്കാഫി. അടുത്ത ക്വസ്റ്റ്യൻ. Which one of the following is used to manage email? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് ഇമെയിൽ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വേർഡ്, ഓപ്ഷൻ ബി എക്സൽ, ഓപ്ഷൻ സി ഔട്ട്ലുക്ക്, ഓപ്ഷൻ ഡി പവർ പോയിന്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു മാനേജ് ഇമെയിൽ? ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ, ഔട്ട്ലുക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.